Good morning. Welcome to today's English class. So, we have started our unit number 4 in the last class, isn't it? And we discussed about mother's love. അല്ലേ, അമ്മയുടെ സ്നേഹത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ ഒരു കവിതയിലൂടെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പരിചയപ്പെട്ടു. അമ്മയെക്കുറിച്ച് പാരഗ്രാഫ് ഏതാണ്ട് ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും എഴുതിയോ? ശരി. എത്ര പേര് കാർഡ് ഉണ്ടാക്കി? ടീച്ചർക്ക് അയച്ചു കൊടുത്തുവോ? ശരി. അപ്പോൾ ഇന്ന് നമുക്ക് അടുത്ത പോയട്രിയിലേക്ക് നമുക്ക് കടക്കാം. സംബഡീസ് മദർ. എന്താണ് ആ ടൈറ്റിലോട് ഉദ്ദേശിക്കുന്നത്? സംബഡീസ് മദർ, ആരുടെയോ അമ്മ. കഴിഞ്ഞ പോയട്രിയിൽ സ്വന്തം അമ്മയെക്കുറിച്ചാണ് നമ്മൾ കവിത പറഞ്ഞിരുന്നത് എങ്കിൽ ഈ പോയട്രിയിൽ പറയുന്നത് മറ്റാരുടെയോ അമ്മയെക്കുറിച്ചാണ്. മറ്റൊരാളുടെ അമ്മ എന്ന് പറഞ്ഞാലും അമ്മ എപ്പോഴും അമ്മ തന്നെയാണ്, അല്ലേ? ശരി. അപ്പോൾ നമുക്ക് ഈ പോയിട്രിയിലേക്ക് കടക്കാം. അതിനു മുമ്പ് ക്യാൻ യു സീ എ പിക്ചർ ഓവർ ദേ? നിങ്ങൾക്ക് അതിലൊരു പിക്ചർ കാണുന്നില്ലേ? എന്താണ് ആ പിക്ചറിൽ കാണുന്നത്? ഹൗ ക്യാൻ വി കണക്ട് ദിസ് പിക്ചർ ടു ദ ടൈറ്റിൽ? ഈ പിക്ചറിനെയും ടൈറ്റിലിനെയും നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എന്തായിരിക്കും ഈ കവിതയുടെ ഒരു ആശയം? ആ ഒരു പിക്ചർ മാത്രം നോക്കിയിട്ട് ബൈ അനലൈസിങ് ദ പിക്ചർ ക്യാൻ യു പ്രെഡിക്ട് ദ തീം ഓഫ് ദിസ് പോയിട്രി? Who all are the characters of the story? What are they doing in the picture? Why the old woman is standing afraid there? What are the boys doing? ടീച്ചർ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു അല്ലേ? ഇതിലേക്ക് ഉത്തരങ്ങൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ആ വയസ്സായ മുത്തശ്ശി അവിടെ നിൽക്കുന്നതെന്നും ആ കുട്ടികൾ എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് അത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് സമയം കളയാതെ പോയിട്രിയിലേക്ക് പോകാം. This poetry is written by Mary Dobra. She is an American poet and lyricist. This poem is included in the collection of the best loved poems of the American people. ഇതിൻ്റെ ഓഥർ എന്ന് പറയുന്നത് ഒരു പോയറ്റ് മാത്രമല്ല, ഒരു ലിറിസിസ്റ്റ് കൂടിയാണ്. അതായത് എന്താ പറയുക, സിനിമകൾക്ക് വേണ്ടി പാട്ട് എഴുതുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. ഈ പോയട്രി അവരുടെ ഒരു വലിയ പോയട്രി കളക്ഷൻ ആയിട്ടുള്ള ദ ബെസ്റ്റ് ലവ്ഡ് പോയംസ് ഓഫ് അമേരിക്കൻസ് എന്ന് പറഞ്ഞ കളക്ഷനിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു പോയട്രിയാണ്. ഓക്കെ, സംബഡീസ് മദർ. The woman was old and ragged and grey and bent with the chill of the winter's day. സോ ഒരു കാര്യം ടീച്ചർ പറയാൻ മറന്നു. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നിങ്ങളുടെ ഫ്രണ്ടിൽ ഉണ്ടാവും എന്നറിയാം. Keep a pencil with you always. While we are discussing about the difficult words, you have to write the meanings of these words just above those. അപ്പോൾ നമ്മൾ നിങ്ങളുടെ കയ്യിലൊരു പെൻസിൽ ഉണ്ടായിക്കോട്ടെ. നമ്മൾ ബുദ്ധിമുട്ടുള്ള വാക്കുകൾ പറയുമ്പോൾ അതിനർത്ഥം തൊട്ട് മുകളിൽ എഴുതിയിട്ട് നമുക്ക് പോവാം. അപ്പോൾ പിന്നീട് നിങ്ങൾക്ക് ആ പോയിട്രി വായിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സഹായിക്കും. 2-3 തവണ പോയിട്രി വായിച്ചു നോക്കണം, എന്നാലേ നിങ്ങൾക്ക് ഇതിൽ ആശയം മനസ്സിലാവുള്ളൂ. ഓക്കെ, എന്താണ് പറയുന്നത്? ദ വുമൺ വാസ് ഓൾഡ് ആൻഡ് റാഗ്ഡ് ആൻഡ് ഗ്രേ. ആ വുമണെ കുറിച്ചാണ് പറയുന്നത്. എന്താണ് അവരുടെ അവസ്ഥ? ഓൾഡ് ആണ്, ആ വയസ്സായ ഒരു മുത്തശ്ശിയാണ്. ആൻഡ് റാഗ്ഡ്. റാഗ്ഡ് മീൻസ് റഫ്, അതായത് പരുപരുക്കനായിട്ടുള്ള, അതായത് പരുപരുത്ത സ്കിന്നോട് കൂടിയ. മുത്തശ്ശിമാരുടെ സ്കിന്നൊക്കെ അങ്ങനെ ആയിരിക്കും അല്ലേ? വളരെ ചുക്കി ചുളിഞ്ഞ പരുപരുത്താൻ അല്ലേ? ആൻഡ് ഗ്രേ. ഗ്രേ എന്ന് ഉദ്ദേശിക്കുന്നത് എവിടെയായിരിക്കും? നരച്ച, അല്ലെ? തലമുടിയൊക്കെ നരച്ച് ശരീരമൊക്കെ ചുക്കിച്ചുളിഞ്ഞ് വയസ്സായ ഒരു സ്ത്രീയാണ് ഇതിലെ കഥാപാത്രം. അതാണ് ആദ്യത്തെ വരി പറയുന്നത്. ആൻഡ് ബെൻഡ് വിത്ത് ദ ചിൽ ഓഫ് ദ വിന്റേഴ്സ് ഡേ. ആൻഡ് ബെൻഡ്. എന്താണ് ബെൻഡ് എന്ന് പറഞ്ഞാൽ? ആ വളഞ്ഞ. ചില മുത്തശ്ശിമാർ എപ്പോഴും ഇങ്ങനെ വളഞ്ഞു നടക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ഇതെന്തുകൊണ്ടാണെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. വിന്റേഴ്സ് ചില്ല് കൊണ്ടാണ്. മഞ്ഞുകാലത്തെ തണുപ്പ് കൊണ്ട് കൂനിക്കൂടി ശരീരം ചുക്കിച്ചുളിഞ്ഞ് മുടി നരച്ച വയസ്സായ ഒരു മുത്തശ്ശി. അതാണ് ആദ്യത്തെ 2 വരികളിൽ പറയുന്നത്. The street was wet with a recent snow and the woman's feet were aged and slow. ഇനി അവരൊരു സ്ട്രീറ്റിലാണ് നിൽക്കുന്നത്. നമുക്ക് പിക്ചറിൽ കാണാം അല്ലേ? ഒരു റോഡ് സൈഡിലാണ് നിൽക്കുന്നത്. ആ റോഡിന്റെ അവസ്ഥ എങ്ങനെയാ? The street was wet. നനഞ്ഞിരിക്കുകയാണ്. എങ്ങനെയാ നനഞ്ഞത്? With recent snow. ഈ അടുത്ത സമയത്ത് പെയ്ത മഞ്ഞ് വീഴ്ചയിൽ ആ ഒരു റോഡ് മുഴുവനും നനഞ്ഞിരിക്കുകയാണ്. ആൻഡ് ദ വുമൺസ് ഫീറ്റ് വർ ഏജ്ഡ് ആൻഡ് സ്ലോ. ഇനി വേഗം ക്രോസ് ചെയ്യാനവർക്ക് പറ്റുമോ? ഈ വുമന്റെ കാലുകൾ എങ്ങനെയുള്ളതാണ്? ഏജ്ഡ് ആൻഡ് സ്ലോ. വളരെ വയസ്സായതും അതുകൊണ്ട് തന്നെ വളരെ പതുക്കെ നടന്നു പോകാൻ സാധിക്കുന്നതുമായ ഒരു മുത്തശ്ശിയാണ്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നനഞ്ഞതിൽ കൂടെ പോകുമ്പോൾ ചിലപ്പോൾ ഇത്തിരി വഴുക്കലുണ്ടാവും.
അപ്പോൾ പെട്ടെന്ന് സ്പീഡിൽ പോകാനും പറ്റില്ല, റോഡ് ക്രോസ് ചെയ്യാൻ ഒരു പേടിയും ഉണ്ടാവും ഇല്ലേ? വയസ്സായവർക്ക് റോഡ് ക്രോസ് ചെയ്യാൻ, പ്രത്യേകിച്ച് തിരക്കുള്ള റോഡാണെങ്കിൽ അല്ലേ? ശരി. She stood at the crossing and waited long, alone, uncared for, amid the throng. So where is she standing? She stood. അവൾ നിൽക്കുകയാണ് എവിടെ? At the crossing. അവിടെ സീബ്ര ക്രോസിംഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ആ ക്രോസിംഗിലാണ് നിൽക്കുന്നത്. And waited long. ഒരുപാട് നേരമായി അവരുടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. Alone. ഒറ്റയ്ക്ക്. Uncared for. ആരും ശ്രദ്ധിക്കാനില്ലാതെ. For among the throng. Amid the throng. Amid എന്ന് പറഞ്ഞാൽ among, ഇടയിൽ. The throng. Throng എന്ന് പറഞ്ഞാൽ crowd അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ജനക്കൂട്ടം. ഒരുപാട് ജനക്കൂട്ടത്തിനിടയ്ക്ക് ആരും ശ്രദ്ധിക്കാനില്ലാതെ ഒരുപാട് സമയമായി ആ ക്രോസിങ്ങിൻ്റെ അവിടെ നിൽക്കുകയാണ് ഈ വുമൺ. Of human beings who passed her by, nor heeded the glance of her anxious eye. Many humans passed her. ഒരുപാട് മനുഷ്യര് അവരെ കടന്നുപോയി. നോർ ഹീഡഡ്. ഹീഡഡ് എന്ന് പറഞ്ഞാൽ നോട്ടീസ്ഡ്. നോർ ഹീഡഡ്, ആരും ശ്രദ്ധിച്ചില്ല. നോർ ഹീഡഡ് മീൻസ് ആരും ശ്രദ്ധിച്ചില്ല. ദ ഗ്ലാൻസ് ഓഫ് ഹർ ആൻഷ്യസ് ഐ, അവരുടെ ദയനീയമായ ആ നോട്ടം, അവരുടെ കണ്ണുകളിലെ ആ നോട്ടം ആരും തന്നെ ശ്രദ്ധിച്ചില്ല. ആരെങ്കിലും തന്നെ സഹായിക്കാൻ വരും എന്ന ആകാംക്ഷയോടുകൂടി, ആൻഷ്യസ് ആയി ആകാംക്ഷയോടുകൂടിയുള്ള അവരുടെ കണ്ണിലെ ആ ഒരു തിളക്കം ആരും ശ്രദ്ധിക്കാതെ ഒരുപാട് മനുഷ്യര് അവരെയും കടന്ന് പോയി എന്നാണ് പറയുന്നത്. Down the street with laughter and shout, glad in the freedom of school let out. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ആ സ്ട്രീറ്റിന്റെ ഡൗൺ, ഏറ്റവും അടിയിൽ നിന്ന് അല്ലെങ്കിൽ ഏറ്റവും അറ്റത്ത് നിന്ന്, വിത്ത് laughter and shout, ആ ഭയങ്കര പൊട്ടിച്ചിരിയും മാർപ്പുവിളിയും ഒക്കെ കേൾക്കുന്നുണ്ട്. ഗ്ലാഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഗ്ലാഡ്, സന്തോഷം. എന്തുകൊണ്ടാണ്? ഇൻ ദ ഫ്രീഡം ഓഫ് സ്കൂൾ ലെറ്റ് ഔട്ട്, സ്കൂൾ വിട്ടതിൻ്റെ സന്തോഷവുമായിട്ട് കുറച്ചു പേര് പൊട്ടിച്ചിരിയും ഒച്ചപ്പാടൊക്കെ ആയിട്ട് ആ സ്ട്രീറ്റിന്റെ അറ്റത്ത് നിന്നും നടന്നു വരുന്നുണ്ട്. ആരായിരിക്കും ഇത്? നിങ്ങൾ കുട്ടികൾ തന്നെ അല്ലേ? ഭയങ്കര സന്തോഷമല്ലേ? 4 മണിക്ക് ബെല്ലടിക്കുമ്പോൾ ബാഗ് എടുത്ത് ഒരു ഒറ്റ ഓട്ടാണല്ലേ? കൂട്ടുകാരൻ കൂടെ തോളിൽ കൈയിട്ട് വർത്താനം പറഞ്ഞ് ചിരിച്ച് അല്ലേ? ശരി. Came the boys like a flock of sheep. എന്താണ് flock of sheep എന്ന് പറഞ്ഞാൽ? ഫ്ലോക്ക് എന്ന് പറഞ്ഞാൽ അത് ഒരു കളക്റ്റീവ് നൗൺ ആണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അതായത് ഒരു ഗ്രൂപ്പിനെ പറയുന്നതാണ് കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത്. ഷീപ്പിന്റെ കൂട്ടത്തിനെ, ആടുകളുടെ കൂട്ടത്തിനെ ഫ്ലോക്ക് എന്നാണ് പറയുക. അതുപോലുള്ള വാക്കുകൾ നമ്മൾ പരിചയപ്പെടുന്ന ബഞ്ച് ഓഫ് കീസ് എന്നാണ് പറയുക. താക്കോലിന്റെ കൂട്ടം നമ്മൾ മലയാളത്തിൽ പറയും. ആ കൂട്ടത്തിനെ പറയുന്നത് ബഞ്ച് എന്നാണ്. ബഞ്ച് ഓഫ് ഗ്രേപ്സ് എന്നാണ് പറയുക. അതേമാതിരി പാക്ക് ഓഫ് വുൾഫ്, വുൾഫിന്റെ അല്ലെങ്കിൽ ടീം, നിങ്ങൾക്കറിയാം ടീമിന് കളിക്കാരുടെ ഗ്രൂപ്പിനെ പറയുന്ന പേരാണ് ടീം. ടീം ഓഫ് പ്ലെയേഴ്സ്. ഇത്തരത്തിൽ ഒരു ഗ്രൂപ്പിനെ കാണിക്കുന്ന നൗണുകളെ കളക്റ്റീവ് നൗണുകൾ എന്നാണ് പറയുക. നമ്മൾ അടിയിൽ വരച്ചു വെച്ചോളൂ, നമുക്കത് പഠിക്കാനുണ്ട്. USSകാർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ ഫ്ലോക്ക് ഓഫ് ഷീപ്പ് എന്ന് പറയുന്നത് ആടുകളുടെ കൂട്ടങ്ങളെ പോലെ, ചെമ്മരിയാടിൻ പറ്റങ്ങളെ പോലെയാണ് കുട്ടികൾ വരുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രത്യേകമായിട്ടും അവരുടെ ഡ്രസ്സ് ചിലപ്പോൾ വൈറ്റ് കളറിലുള്ളതായിരിക്കും. അപ്പോൾ വൈറ്റ് കളറുള്ള ഡ്രസ്സ് ദൂരേന്ന് വരുമ്പോൾ ചെമ്മരിയാടൻ പറ്റങ്ങൾ കൂട്ടത്തോടെ വരുന്നത് പോലെയാണ് സ്കൂൾ വിട്ട് സന്തോഷത്തോടു കൂടി കുട്ടികൾ വരുന്നത്. ഹെയിലിംഗ് ദ സ്നോ പൈൽഡ് വൈറ്റ് ആൻഡ് ഡീപ്. അപ്പൊ അവിടെ കുന്നുകൂടിയിട്ടുള്ള ഒരുപാട് സ്നോ, നമ്മൾ നേരത്തെ പറഞ്ഞു മഞ്ഞു വീഴ്ചയുള്ള സ്ഥലമാണ് അല്ലേ? അപ്പൊ അതും വൈറ്റ് ആണ്. അപ്പോൾ അതൊക്കെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഇടയിലൂടെ ചെമ്മരിയാടിൻ പറ്റങ്ങളെ പോലെ നടന്നു വരുന്ന ഒരുപാട് കുട്ടികൾ. പാസ് ദ വുമൺ സോ ഓൾഡ് ആൻഡ് ഗ്രേ. പാസ്റ്റ് ദ വുമൺ, വുമണിനെ കടന്നുപോയി. സോ ഓൾഡ് ആൻഡ് ഗ്രേ, തലമുടി നിറച്ച് വയസ്സായ മുത്തശ്ശിയെ കടന്ന് അവരും പോയി. ഹേസ്റ്റ് ഇൻ ദ ചിൽഡ്രൻ ഓൺ ദെയർ വേ. ഹേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ധൃതി. അവരുടെ സ്വന്തം കാര്യം നോക്കി അവരുടെ സ്വന്തം വഴിയിൽ ധൃതി പിടിച്ചാണ് കുട്ടികൾ മുന്നോട്ട് പോകുന്നത്. ആരെങ്കിലും ഈ മുത്തശ്ശിയെ സഹായിക്കാൻ തയ്യാറായോ? നമുക്ക് നോക്കാം. നോർ ഓഫേർഡ് എ ഹെൽപ്പിംഗ് ഹാൻഡ് ടു ഹെർ. നോർ ഓഫേർഡ്, ആരും തന്നെ ഒരു സഹായഹസ്തം, ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് ആ വുമണിന് നേരെ നീട്ടിയില്ല. സോ മീക്ക്, സോ ടിമിഡ് ടു സ്റ്റിർ. സോ മീക്ക് എന്ന് പറഞ്ഞാൽ, മീക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം ഹംബിൾ, അതായത് വിനയാന്വിത അല്ലെങ്കിൽ വിനയത്തോട് കൂടിയ, വളരെ പാവമായിട്ട് നിൽക്കുന്ന. അതേപോലെ ടിമിഡ്,
ടിമിഡ് എന്ന് പറഞ്ഞാൽ പേടിയോടുകൂടി, ലാക്ക് ഓഫ് കറേജ് അല്ലെ, അതായത് ഒട്ടും ധൈര്യമില്ല മുന്നോട്ട് ചലിക്കാൻ. ടു സ്റ്റിർ, സ്റ്റിർ എന്ന് പറഞ്ഞാൽ മൂവ്, മുന്നോട്ട് നീങ്ങാൻ തീരെ ധൈര്യമില്ലാതെ വിനയത്തോടു കൂടി നിൽക്കുന്ന ആ മുത്തശ്ശിയെ ആരും തന്നെ സഹായിച്ചില്ല എന്നാണ് പറയുന്നത്. Lest the carriage wheels or the horse's feet should crowd her down in the slippery street. എന്തായിരുന്നു ആ മുത്തശ്ശിയുടെ ഒരു പേടി? ലെസ് ദ കാരേജ് വീൽസ്. ലെസ്റ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ ഭയം അതായിരുന്നു. അവരുടെ ഭയം എന്തായിരുന്നു? ദ കാരേജ് വീൽസ്. ആ സമയത്ത് കാരേജ് വീൽസ്, ഈ കുതിരവണ്ടികളൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? കാരേജ്, അതായത് ഭാരം കൊണ്ടുപോകാൻ സഹായിക്കുന്ന കുതിരവണ്ടികളും കാളവണ്ടികളും ഒക്കെ ഉണ്ട്. അതിന്റെ ചക്രം കണ്ടിട്ടുണ്ടോ? വലിയ ചക്രമാണ്, നമ്മുടെ ബസ്സിനേക്കാളൊക്കെ ഇരട്ടി വലിപ്പമുള്ള ചക്രങ്ങളാണ് അല്ലേ. അപ്പൊ അത് പെട്ടെന്ന് നമ്മൾ മുന്നോട്ട് ഈ സ്ത്രീ അല്ലെങ്കിൽ ഈ വയസ്സായ നമ്മുടെ മുത്തശ്ശി റോഡിലേക്ക് വരുമ്പോൾ ഇത്തരത്തിലൊരു വണ്ടിയുടെ ആ ചക്രത്തിന്റെ ഇടയിലെങ്ങാനും പെട്ടുപോവോ എന്നുള്ള പേടി കൊണ്ടാണ് മുത്തശ്ശി അനങ്ങാതെ നിൽക്കുന്നത് അല്ലെ. ലെസ് ദ കാരേജ് വീൽസ് ഓർ ദ ഹോഴ്സസ് ഫീറ്റ്. ഈ കാരേജ് വീലിന് അതിന്റെ ആ വീല്, അതിന്റെ ചക്രമോ അല്ലെങ്കിൽ ഈ കുതിരകളുടെ കാലുകളോ തന്നെ ഷുഡ് ക്രൗഡ് ഹെർ ഡൗൺ, അവരെ തട്ടി താഴെ ഇട്ടാലോ ഇൻ ദ സ്ലിപ്പറി സ്ട്രീറ്റ്. സ്ട്രീറ്റ് എങ്ങനെയുള്ളതാണ്? സ്ലിപ്പറിയാണ്, വഴുവഴുപ്പുള്ളതാണ് അല്ലെ. അപ്പൊ ആ വഴുവഴുപ്പുള്ള ആ സ്ട്രീറ്റില് ആ വലിയ കുതിരവണ്ടിയുടെ ചക്രങ്ങളോ അല്ലെങ്കിൽ കുതിരയുടെ കാലുകളോ തന്നെ തട്ടി താഴെ ഇട്ടാലോ എന്ന് പേടിച്ചു നിൽക്കുന്ന നമ്മുടെ മുത്തശ്ശിയുടെ മുഖം മനസ്സിലേക്ക് വന്നില്ല എല്ലാവരുടെയും? രണ്ട് വരികൾ മനസ്സിലായില്ലേ? At last came one of the merry troop. അപ്പോ അങ്ങനെ അവസാനം ആര് വന്നു? Came one of the merry troop. മെറി എന്ന് പറഞ്ഞാൽ എന്താ? സന്തോഷം. ട്രൂപ്പ്, അതും ഒരു കളക്റ്റീവ് നൗൺ ആണ് അല്ലെ. ട്രൂപ്പ് എന്ന് പറഞ്ഞാലും കുട്ടികളുടെ കൂട്ടത്തിന്. അപ്പോ ഒരു ട്രൂപ്പ് കുട്ടികള് വളരെ സന്തോഷത്തോടു കൂടിയുള്ള ഒരു കുട്ടികളുടെ ഗ്രൂപ്പ് അതുവഴി വന്നു. The gayest lad of the group. The gayest എന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും സന്തോഷവാനായിട്ടുള്ള, ഏറ്റവും ജോയ്ഫുൾ ആയിട്ടുള്ള അതിലൊരു കുട്ടി ഉണ്ടായിരുന്നു. ലാഡ് എന്ന് പറഞ്ഞാൽ ബോയ്. ദ ഗേയസ്റ്റ് ലാഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സന്തോഷവാനായ കുട്ടി. ഈ ഗ്രൂപ്പില് അത്തരത്തിലുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു അല്ലേ. Her aged hand, he paused beside her and whispered low, I will help you across if you wish to go. അവൻ എന്താ ചെയ്തത്? ഹി പോസ്ഡ് ബിസൈഡ് ഹെർ. അവൻ നമ്മുടെ മുത്തശ്ശിയുടെ അടുത്ത് നിന്നു പോസ് ചെയ്തു. ആൻഡ് വിസ്പേർഡ് ലോ, പതുക്കെ സ്വകാര്യത്തിൽ അവരോട് പറഞ്ഞു, ഐ വിൽ ഹെൽപ്പ് യു അക്രോസ് ഇഫ് യു വിഷ് ടു ഗോ. നിങ്ങൾക്ക് അപ്പുറത്തേക്ക് കടക്കണമെന്നാണ് ആഗ്രഹമെങ്കിൽ ഐ വിൽ ഹെൽപ്പ് യു, ഞാൻ നിങ്ങളെ സഹായിക്കാം എന്നാണ് ആ മുത്തശ്ശിയോട് അവൻ മന്ത്രിച്ചത്. Her aged hand on his young strong arm she placed and so without hurt or harm. മുത്തശ്ശിക്ക് അപ്പൊ സന്തോഷമായി ഉണ്ടാവും അല്ലെ. Her aged hand, അവരുടെ വയസ്സായിട്ടുള്ള ആ കൈകള്, on his strong young arm, അവന്റെ ചെറുപ്പമുള്ള അല്ലെങ്കിൽ അവന്റെ ആ സ്ട്രോങ് ആയിട്ടുള്ള ബലമുള്ള അവന്റെ ആ യങ് ആയിട്ടുള്ള കൈകളിലേക്ക് മുത്തശ്ശിയുടെ ഈ വയസ്സായ കൈകള് വച്ചു. She placed, അവർ വച്ചു. And so without hurt or harm, യാതൊരു വേദനയോ പരിക്കുകളോ ഇല്ലാതെ തന്നെ അവരവിടെ വച്ചു. അവൻ അവരുടെ കൈകള് ചേർത്ത് പിടിച്ചു. He guided her trembling feet along. Trembling എന്താണ്? ട്രംബ്ലിംഗ്, അവരെ വിറയ്ക്കുന്ന കാലുകളെ മുന്നോട്ട് നയിച്ചു. ആര്? ദ ബോയ്, ദ ഗേയസ്റ്റ് ലാഡ് അല്ലെ. He guided her, മുന്നോട്ട് നയിച്ചു. Her trembling feet along, അവരുടെ വിറയ്ക്കുന്ന കാലുകളെ മുന്നോട്ട് നയിച്ചു. Proud that his own were firm and strong. അവൻ അഭിമാനം തോന്നി, തൻ്റെ ഈ ശക്തിയുള്ള കാലുകളാണ്, തനിക്ക് ഇതിനേക്കാളും ശക്തിയുണ്ട്, അതുകൊണ്ട് ഈ മുത്തശ്ശിക്ക് ഒരു സഹായം ചെയ്യാനായല്ലോ എന്നോർത്ത് കുട്ടിക്ക് വളരെ അഭിമാനവും തോന്നി. Then back again അല്ലെ. എന്തു ചെയ്തു? അവരെ അവിടെ കൊണ്ടുവിട്ടതിന് ശേഷം അവൻ തിരിച്ച് തൻ്റെ ഗ്രൂപ്പിനടുത്തേക്ക്, തൻ്റെ ട്രൂപ്പിലേക്ക് അവൻ തിരിച്ചു വന്നു. ടു ഹിസ് ഫ്രണ്ട്സ് ഹി വെന്റ്. എന്നിട്ട് അവൻ്റെ കൂട്ടുകാരുടെ കൂടെ അവൻ പോയി. ഹിസ് യങ് ഹാർട്ട് ഹാപ്പി ആൻഡ് വെൽ കണ്ടെന്റ്. കണ്ടെന്റ് എന്ന് പറഞ്ഞാൽ പ്ലീസ്ഡ്, സന്തോഷം, അതിയായ സന്തോഷം അവന് തോന്നി. അവൻ്റെ ആ കുഞ്ഞു ഹൃദയത്തിന് അവൻ ചെയ്ത ഈ ചെറിയ കാര്യം ഓർത്ത് ഒരുപാട് അഭിമാനവും സന്തോഷവും തോന്നി. She is somebody's mother, boys, you know. അവൻ കൂട്ടുകാരോടായിട്ട് പറയാണ്, കൂട്ടുകാരെ നിങ്ങൾക്കറിയോ ഒരു കാര്യം, ഷീ ഈസ് സംബഡീസ് മദർ, ഷീ ഈസ് നോട്ട് മൈ മദർ.
ഇത് എൻ്റെ അമ്മയല്ല, ഇത് മറ്റാരുടെയോ അമ്മയാണ്. ഫോർ ഓൾ ഷീ ഈസ് ഓൾഡ്. എനിക്ക് മാത്രമാണോ അവർ വയസ്സായിട്ട് തോന്നിയത്? അല്ല, എല്ലാവരെയും സംബന്ധിച്ചും അവർ വളരെ വയസ്സാണ്. ഓൾഡ്, പുവർ ആൻഡ് സ്ലോ. വളരെ പാവം തോന്നിക്കുന്ന അല്ലെങ്കിൽ സഹായം ആവശ്യമുള്ള വയസ്സായ ഒരു മുത്തശ്ശിയാണ് അവര്. And I hope some fellow will lend a hand to help my mother, you understand. If ever so poor and old and grey, when her own dear boy is far away. അവൻ സഹായിച്ചതിനുള്ള കാരണം എന്താ പറയുന്നത്? And I hope, ഞാൻ പ്രതീക്ഷിക്കുകയാണ് എൻ്റെ കൂട്ടുകാരെ, some fellow will lend a hand. Lend എന്ന് പറഞ്ഞാൽ extend, നീട്ടുക. ആരെങ്കിലും, ഇതുപോലെ ആരെങ്കിലും എൻ്റെ സ്വന്തം അമ്മയുടെ നേർക്കും ഇതുപോലെ ഒരു സഹായഹസ്തം നീട്ടും. എപ്പോ? അവരുടെ സ്വന്തം മകനായ ഈ ഞാൻ സഹായത്തിന് അവരുടെ അടുത്തില്ലാതെ ഏതെങ്കിലും ഒരു സമയത്ത് ഇതുപോലെ ആരെങ്കിലും വന്ന് എൻ്റെ അമ്മയ്ക്കും ഒരു സഹായം ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ സഹായം ആരും കൊടുക്കാതെ നിന്ന ഈ മുത്തശ്ശിയെ ഞാൻ സഹായിച്ചത് എന്നാണ് നമ്മുടെ കുട്ടി പറയുന്നത്. എത്ര നല്ല മനസ്സിനുടമയാണല്ലേ ഈ കുട്ടി. നിങ്ങളും അങ്ങനെ ചിന്തിക്കില്ലേ? നിങ്ങളും അങ്ങനെ സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവില്ലേ? സഹായം ആവശ്യമുള്ളവരെ നമ്മൾ തീർച്ചയായിട്ടും സഹായിക്കണം. നമ്മളെ കൊണ്ട് സാധിക്കുന്ന സഹായങ്ങൾ മറ്റുള്ളവർക്ക് നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം. And somebody's mother bowed low her head. ഇനി വീട്ടിലെത്തിയതിനു ശേഷം ആ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷം ആ മകനെ ആലോചിച്ച്. ഈ നമ്മുടെ ഓൾഡ് ആയിട്ടുള്ള വുമൺ, ആ കുട്ടി എന്നെ സഹായിച്ചല്ലോ എന്നോർത്ത്. ബോബ്ഡ് ലോ ഹെർ ഹെഡ്. ബോ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? തല കുനിക്കുക. ആരുടെ മുമ്പിലാ തല കുനിച്ചത്? ഇൻ ഹെർ ഹോം ദാറ്റ് നൈറ്റ് ആൻഡ് എ പ്രയർ ഷീ സെഡ്. അന്ന് രാത്രിയിൽ നമ്മുടെ ഈ മുത്തശ്ശി അവരുടെ പ്രാർത്ഥനയിൽ ആരെ ഓർത്തു? നമ്മുടെ ഈ ഗേസ്റ്റ് ലാഡിനെ, അല്ലെ? ഇത്രയും സന്തോഷവാനായ തന്നെ സഹായിച്ച ആ കുട്ടിയെ അവരോർത്തു. The gods be kind to the noble boy. ആ അമ്മ എന്താണ് ഇപ്പോൾ പ്രാർത്ഥിച്ചത്? ദൈവമേ, ആ നന്മയുള്ള ആ കുട്ടിക്ക് നന്മ മാത്രം വരുത്തണേ. Who is somebody's son. മറ്റാരുടെയോ മകനാണ്. Pride and joy. വളരെ സന്തോഷത്തോടു കൂടി എല്ലാവരെയും സഹായിക്കാൻ മനസ്സുള്ള ആ കുട്ടിയെ ദൈവമേ നീ അനുഗ്രഹിച്ചാലും. നമ്മൾ ചെയ്യുന്ന ഓരോ നല്ല പ്രവൃത്തിക്കും നമുക്കൊരു അനുഗ്രഹം തീർച്ചയായിട്ടും ലഭിക്കും. അപ്പം നമുക്ക് പറ്റുന്ന സഹായങ്ങൾ നമ്മൾ ചെയ്യണം. നമ്മുടെ സ്വന്തം കാര്യം മാത്രമല്ല നമ്മൾ നോക്കേണ്ടത്, മറ്റു മനുഷ്യരെയും സഹായിക്കാൻ. മനുഷ്യരെ മാത്രമല്ല, എല്ലാ ജീവജാലങ്ങളെയും ഒന്നായി കാണാനും അവരെ സ്നേഹിക്കാനും സപ്പോർട്ട് ചെയ്യാനും ഒക്കെ നമ്മളെ കൊണ്ട് സാധിക്കണം എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പോയട്രിയാണിത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒരുപാട് ബുദ്ധിമുട്ടുള്ള വാക്കുകളുള്ള ഒരു പോയട്രി കൂടിയാണ്. അപ്പം നന്നായിട്ട് വായിക്കുക. ഗ്ലോസറിയിൽ ഇപ്പോൾ ഒരു ഡിഫിക്കൽട്ട് വേർഡ്സ് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി നോക്കുക, അല്ലെങ്കിൽ ഡിക്ഷണറി നോക്കി നിങ്ങൾക്ക് നോക്കാം. കുറച്ച് പ്രാവശ്യം വായിച്ചു നോക്കുക. അതിനുശേഷം തൊട്ട് താഴെ കാണുന്ന കുറേ ക്വസ്റ്റ്യൻസ് കണ്ടില്ലേ? ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടില്ലേ? അത് നന്നായിട്ട് വായിച്ചു നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ആൻസർ കണ്ടുപിടിക്കും. അതിനുശേഷം ആക്ടിവിറ്റി നമ്പർ 1 എടുക്കുക. റീഡ് ദ പോയം വൺസ് അഗെയിൻ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. താഴെ ആക്ടിവിറ്റി നമ്പറിൽ ഒരുപാട് ഇതുകൾ കാണാം, വരികൾ കാണാം. ഐഡന്റിഫൈ ദ പോയം, ദ ലൈൻ ഓർ എക്സ്പ്രഷൻ ദാറ്റ് സജസ്റ്റ് ദ ഫോളോയിങ്. അതായത് ഇവിടെ ഓരോ ക്ലൂ തന്നിരിക്കുന്നു. അത് ഏത് വരി വായിക്കുമ്പോഴാണ് ഇത് നമുക്ക് മനസ്സിലാവുന്നത് എന്നാണ് കണ്ടുപിടിക്കുന്നത്. ഉദാഹരണത്തിന്, ദ വുമൺ വാസ് വെരി വീക്ക്. ആ വുമൺ വളരെ വീക്കാണ് എന്ന് ഏത് വരി വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്? ആദ്യത്തെ വരി വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല. എന്താണത്? The woman was old and ragged and grey and bent with the chill of winter's day. അത് മനസ്സിലാവുന്നില്ല. ഇത് നോട്ടിലേക്ക് എഴുതണം കേട്ടോ. ഇതിന് ടീച്ചേഴ്സ് ക്വസ്റ്റ്യൻ തരില്ല, നിങ്ങൾ സ്വന്തമായിട്ട് എഴുതാം. The attitude of the people. ജനങ്ങൾക്ക് അവരോടുള്ള മനോഭാവം ഏത് വരികളിൽ നമുക്ക് മനസ്സിലാവാം? Of human beings who passed her by, nor heeded the glance of her anxious eye. ഒരുപാട് പേര് കടന്നുപോയി, ആരും തന്നെ നോക്കിയില്ല എന്നർത്ഥം വരുന്ന വരികളുണ്ട് അല്ലെ? അതാണ് മാച്ച് ആവുന്നത്. The boy as the contrast to the other boys. മറ്റ് കുട്ടികളിൽ നിന്നും ഈ കുട്ടിയെ വേർതിരിക്കുന്ന ഒരു വരി. നമ്മുടെ ഗേയസ്റ്റ് ലാഡ് എന്ന് പറയുന്ന വരിയാണ് ഉത്തരമായിട്ട് വരുന്നത്. The noble character of the boy. കുട്ടിയുടെ ആ നല്ല സ്വഭാവം ഏത് വരികൾ വായിക്കുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്? എവിടെയാണ് അവൻ ഹെൽപ്പ് ചെയ്യുന്നത്? He guided her trembling feet. അവിടെയല്ലേ അവന്റെ നല്ലൊരു സ്വഭാവം കാണിക്കുന്നത്? അല്ല, അതിന്റെ തൊട്ട് മുമ്പിലുള്ള വരി എഴുതിയാലും ശരിയാണ് കേട്ടോ.
അതായത് ഹി പോസ്റ്റ് ഹെർ ആൻഡ് വിസ്പേർഡ് ലോ ഐ വിൽ ഹെൽപ്പ് യു അക്രോസ് ഇഫ് യു വിഷ് ടു ഗോ. ആ വരികൾ എഴുതിയാലും ശരിയാണ്. ദ ബോയ്സ് കൺസേൺ ഫോർ ഹിസ് ഓൺ മദർ, അവന്റെ സ്വന്തം അമ്മയോടുള്ള അവന്റെ ഒരു സ്നേഹവും പരിഗണനയും ഏത് വരി വായിക്കുമ്പോൾ മനസ്സിലാവുന്നു? ആൻഡ് ഐ ഹോപ്പ് സം ഫെല്ലോ വിൽ ലെൻഡ് എ ഹാൻഡ് ടു ഹെൽപ്പ് മൈ മദർ, യു അണ്ടർസ്റ്റാൻഡ്. ആ വരികൾ അല്ലേ, അതാണ് ഉത്തരമായിട്ട് എഴുതേണ്ടത്. ദ ഓൾഡ് വുമൺസ് ലവ് ഫോർ ദ ബോയ്, ആ ഓൾഡ് വുമണ് ആ കുട്ടിയോടുള്ള സ്നേഹം ഏത് വരികളിൽ മനസ്സിലാവുന്നു? അവസാനത്തെ വരികൾ വായിച്ചാൽ മനസ്സിലാക്കാം. അപ്പൊ ആക്ടിവിറ്റി നമ്പർ 1 എന്ന് എഴുതാം. ദ വുമൺ വാസ് വെരി വീക്ക് എന്ന് എഴുതാം. അതിനുശേഷം ആ വരികൾ എടുത്ത് എഴുതാം. അങ്ങനെ ഇവിടെ എഴുതാൻ സ്ഥലമില്ല, അതുകൊണ്ട് നിങ്ങൾ നോട്ടിലാണ് ആ ആക്ടിവിറ്റി ചെയ്യേണ്ടത്. ഇത് നിങ്ങൾ സ്വന്തമായിട്ട് ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒന്ന് കണ്ടുപിടിക്കാൻ നോക്കുക. ടീച്ചറിന്റെ ടീച്ചേഴ്സ് പോർഷൻ തീർച്ചയായിട്ടും തരുന്നുണ്ടായിരിക്കും. ഇനി അതിന്റെ തൊട്ട് താഴെ ആക്ടിവിറ്റി നമ്പർ 2 എലിട്രേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. എലിട്രേഷൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഈ പോയിട്രി മുഴുവനായും വായിച്ചു നോക്കാം. അലിട്രേറ്റഡ് ആയിട്ടുള്ള വരികൾ കണ്ടുപിടിക്കും. എന്താണ് അലിട്രേഷൻ? ഒരു വരിയിൽ തന്നെ ഒരേ ശബ്ദം ഒന്നിൽ കൂടുതൽ പ്രാവശ്യം വന്നാൽ ആ വരി അലിട്രേറ്റഡ് ആണ് എന്ന് നമുക്ക് പറയാം. ഇതൊന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. എക്സാമ്പിൾ തന്നിരിക്കുന്നു. നോർ ഓഫേർഡ് എ ഹെൽപ്പിംഗ് ഹാൻഡ് ടു ഹെർ. അവർ അലിട്രേറ്റഡ് ആണ്. ഏത് സൗണ്ട് ആണ് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്? ഹെൽപ്പിംഗ് ഹാൻഡ് ഹെർ. ഹെർ എന്ന് പറഞ്ഞ സൗണ്ട് 3 തവണ വന്നിരിക്കുന്നു. അപ്പോൾ ആ വരി അലിട്രേഷന് ഉദാഹരണമാണ്. നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, അതുകൊണ്ടാണ് ടീച്ചർ ഒരുപാട് പറയാത്ത കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഇനി യു ഹാവ് ഓൾറെഡി കം അക്രോസ് അലിട്രേഷൻ ഇൻ വോളിയം 1 ഓഫ് അവർ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക്. അപ്പോൾ സംബഡീസ് മദറിൽ നിന്നും നിങ്ങൾ കൂടുതൽ അലിട്രേഷന്റെ ഉദാഹരണങ്ങൾ കണ്ടുപിടിക്കുക. അതും നിങ്ങളൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക. പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. എത്ര വരികൾ ഉണ്ടെങ്കിലും അതെല്ലാം നിങ്ങൾ കണ്ടുപിടിക്കുക. ഇനി നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ടുഡേയ്സ് ക്ലാസ്. വി ക്യാൻ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.